ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ചെറിയൊരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ നമുക്ക് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ബ്രെഡ് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിങ്ങനെ വെള്ളം കളഞ്ഞിട്ട് എടുക്കുക, കുതിർത്തി എടുക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2-3 ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി, അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് നന്നായിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഒരു ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ഉരുട്ടിയിട്ട്, ഞാനിപ്പോൾ ആദ്യം ബോളാക്കിയാണ് എടുത്തത്. പിന്നെ ഞാൻ ജസ്റ്റ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ ആക്കി. എന്നിട്ട് അത് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഉരുട്ടി ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ ചൂടായി കഴിയുമ്പോൾ സാധാ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ പാർക്കിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലുലു വരുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ഞങ്ങളപ്പോൾ മെട്രോയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക. ഇവിടെ നിന്നൊരു 2 സെക്കൻഡ് നടക്കാനുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ പോകുന്നത് അൽബിദയിലേക്കാണ്. ഇവിടെ നിന്ന് മത്തർ കദീമിൽ നിന്ന് മെട്രോ കയറിയിട്ട് നേരെ അൽബിദ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഖത്തറിലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി സൂപ്പറാണ്. എല്ലാ സ്റ്റോപ്പിൽ നിന്നും മെട്രോ ബസ് ഉണ്ടാകും. മെട്രോ ബസ്സിന് നേരെ ചെന്ന് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറണം, താഴേക്ക് ഇറങ്ങണം. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളത്. മെട്രോ കാർഡ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചാർജിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകാം. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള മെട്രോ സ്റ്റേഷൻ എത്തി. ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറണം.
അങ്ങനെ അൽബിദ സ്റ്റേഷനെത്തി. സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പാർക്കിലേക്കാണ്, അൽബിദയിലേക്കാണ്. ഇവിടെ നല്ല ഭംഗിയാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 പാർക്കുണ്ട്, ചെറിയ 2 പാർക്കുണ്ട്. പിന്നെ നമുക്ക് കുറേ ഇരിക്കാനുള്ള സ്പേസ്, സൈക്ലിങ്ങിനുള്ള വേ എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഇതിൻ്റെ ലീവായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. മക്കൾ കളിക്കാൻ പോയി പാർക്കിൽ, 2 പേരും കൂടി. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിരുന്നു. നല്ല തിരക്കാണ് പാർക്കിൽ. ഈദിൻ്റെ അവധി ആയതുകൊണ്ട് തന്നെ ഫുൾ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കുകയും കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മക്കൾ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് തിരികെ പോരാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരികെ പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പാർക്കിൽ നിന്ന് തിരികെ വന്ന വഴിയാണ് അവിടെ സൈഡിൽ ഒരു വൈറ്റ് കളർ പൂ നിൽക്കണ കണ്ടത്. ശരിക്കും മുല്ലപ്പൂവിൻ്റെ മണമാണ്, പക്ഷെ മുല്ലപ്പൂ അല്ല അത്. അങ്ങനെ പാത്തൂന് ഈ പൂ കാണുമ്പോൾ അത് ചെന്ന് നോക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പൂ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മെട്രോ കയറിയിട്ട് നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ നേരെ കയറണതും ഇറങ്ങുന്നതെല്ലാം മെട്രോ സ്റ്റേഷനിലേക്കാണ് പാർക്കിൽ നിന്ന്. അപ്പോൾ അൽബിദ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.